ശേഷം ധനമന്ത്രിയുടെ വീട്ടിലേക്കൊന്ന് പോകണം. അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയെന്നാണ് വിവരം. ഷെഫീദ് റാവുത്ത് ധനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നു. പെട്ടി പോകുന്നു ബജറ്റ് പെട്ടി. ഓക്കെ ഷെഫീദ്, എന്തായാലും ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി. ബജറ്റ് പെട്ടി അവരുടെ കയ്യിലുണ്ട്, ബാഗ് അവരുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായി. അച്ചടിച്ച ബജറ്റ് പകർപ്പുമായിട്ടാണ് സർക്കാർ ബസ്സിലെ ജീവനക്കാർ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ വിവരങ്ങൾ. ഉറപ്പായിട്ടും അതാണ് ആ പെട്ടി. അതായത് കേരളത്തിന്റെ വരും വർഷങ്ങളിലെ തലവര എന്താണ് എന്ന് അറിയാനുള്ള ഒരു പെട്ടി അതാണ്. KN ബാലഗോപാൽ എന്താണ് ദീർഘദർശനത്തോടുകൂടി കേരളത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ളൊരു പെട്ടി അതാണ്. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ധനവകുപ്പും ഒക്കെ പൊട്ടിക്കാൻ പോകുന്ന മാജിക് എന്താണ്, അതൊക്കെ അടങ്ങുന്ന പെട്ടിയാണിത്. ഈ ഗവൺമെന്റ് പ്രസ്സിലെ ഉദ്യോഗസ്ഥർ, അവരെ ഗവൺമെന്റ് പ്രസ് സെക്രട്ടറി അടക്കമുള്ള ആളുകളുണ്ട്. അവർ ബജറ്റുമായി അകത്തേക്ക് കയറി പോകുന്നത്, ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കയറി പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ. ആ പെട്ടിയിൽ എന്തൊക്കെയുണ്ട്, കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അക്കാര്യത്തിൽ നമുക്ക് ഉടൻ തന്നെ ഒരു മറുപടി ഉണ്ടാകും. ഇപ്പോൾ സമയം ഏതാണ്ട് 7:55 8:50 ധനമന്ത്രി KN ബാലഗോപാൽ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് ഇറങ്ങും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ വലിയ സാമ്പത്തിക ഞെരുക്കമടക്കം പറയുന്നുണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങളും സ്വാഭാവികമാണ്. ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിർണായകമാകും. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ധനമന്ത്രി KN ബാലഗോപാലിന്റെ വീടിന്റെ അകത്ത് ഗവൺമെന്റ് പ്രസ്സിലെ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. ഇനി ധനമന്ത്രിയുടെ വരവാണ്. അദ്ദേഹം വീടിനകത്താണുള്ളത്. അദ്ദേഹം രാവിലത്തെ തിരക്കുകളിലാണ്. അതിനുശേഷം അദ്ദേഹം ഈ അച്ചടിച്ച ബജറ്റിന്റെ പകർപ്പ് അത് റിസീവ് ചെയ്യും. ആ ബജറ്റ് പകർപ്പുമായിട്ടായിരിക്കും അദ്ദേഹം നിയമസഭയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതടക്കം പതിവ് രീതിയാണ്, ബജറ്റ് ദിവസത്തെ പതിവ് രീതിയാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്, സമ്പൂർണ്ണ ബജറ്റാണ്. മാത്രവുമല്ല, KN ബാലഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ബജറ്റാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 50,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യം, അതേപോലെ തന്നെ വായ്പാ പരിധി വെട്ടിക്കുറച്ച സാഹചര്യം. പക്ഷേ ഈ സമയത്തും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കേരളത്തിൽ പുതിയ അടിസ്ഥാന സൗകര്യ വികസന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഈ വേഗ റെയിൽപാത അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ വന്നതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് മുന്നോട്ട് പോകാനുള്ള ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ കാണുന്ന ബജറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർക്കാർ ജീവനക്കാർക്ക് വളരെ പോസിറ്റീവായി മാറാൻ പോകുന്ന ചില പ്രഖ്യാപനം, DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ നിലനിൽക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കരുതലുണ്ടാകും, കൈത്താങ്ങുണ്ടാകും. നേരത്തെ നമ്മൾ കണ്ടതാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ, അത് നമ്മൾ ഈ പറയുന്ന യുവജനങ്ങളെ ലക്ഷ്യമിട്ട്, സ്ത്രീകളെ ലക്ഷ്യമിട്ട് അടക്കമുള്ള പദ്ധതികൾ നമ്മൾ കണ്ടതാണ്. പല പദ്ധതികൾക്കും ഏതാണ്ട് 4,000 കോടി രൂപ അതിൻ്റെ നടത്തിപ്പിനടക്കം ആവശ്യമായിട്ടുള്ള സാഹചര്യം അതുണ്ട് മുഴുവനായി നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അന്നത്തെ ആ പ്രഖ്യാപനങ്ങൾക്ക് സമാനമായ ചില പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ധനമന്ത്രി KN ബാലഗോപാൽ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ചോദ്യമായി മാറും. അല്പസമയത്തുള്ള ധനമന്ത്രി KN ബാലഗോപാൽ വസതിയിൽ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഈ കാണുന്ന അച്ചടിച്ച ബജറ്റ് പകർപ്പ് അത് റിസീവ് ചെയ്യും. ഏതായാലും അതടക്കം നിർണായകമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിക്കുമോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്. ചില വൻകിട വ്യവസായ പദ്ധതികൾക്ക് സാധ്യതയുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾക്കുള്ള സഹായം, വയോജന സംരക്ഷണ പദ്ധതികൾ എന്നിവയും ബജറ്റിൽ ഇടം പിടിച്ചേക്കും എന്നുള്ള കാര്യം പുറത്തേക്ക് നമുക്കിപ്പോൾ സൂചനകളായി പുറത്തേക്ക് വരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും ബജറ്റ് എന്നുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വരവ് കുറഞ്ഞെങ്കിലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും സാമ്പത്തിക അച്ചടക്കം പാലിച്ചും കേരളം ഉയർന്ന GSTP കൈവരിച്ചതായി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചിട്ടുള്ള ആസൂത്രണ ബോർഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കിയത് അത് തന്നെയാണ്. ഇതടക്കം ബജറ്റിൽ, നമ്മൾ ഈ കാണുന്ന ബജറ്റിൽ പ്രതിഫലിക്കും. വികസനവും ക്ഷേമവുമാണ് സർക്കാർ നയം. ഇപ്പോൾ നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പുറത്തേക്ക് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഇനി ഈ അച്ചടിച്ച പകർപ്പ്, ഇതാണ് അന്തിമ പകർപ്പ്, ബജറ്റിന്റെ ഇരിക്കുന്നു. അന്തിമ പകർപ്പ് അദ്ദേഹം റിസീവ് ചെയ്യും. പ്രസംഗങ്ങളുണ്ട്. മുഖത്ത് പതിവ് പോലെ തന്നെ ടെൻഷനൊന്നും. KN ബാലഗോപാലിന്റെ വസതിയിലേക്ക് ഗവൺമെന്റ് പ്രസ്സിലെ ജീവനക്കാർ അച്ചടിച്ച ബജറ്റിന്റെ കോപ്പിയുമായി എത്തിക്കഴിഞ്ഞു. ഇനി അവർ ഈ ബജറ്റിന്റെ കോപ്പി ധനമന്ത്രിക്ക് കൈമാറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു എന്നറിയില്ല. പിന്നീട് അദ്ദേഹം 9 മണിക്ക് നിയമസഭയിൽ ബജറ്റ് ഇപ്പോൾ കൈമാറുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷെഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. പറയൂ ഷെഫീദ്. കേരളത്തിന്റെ തലവര പറയുന്ന പെട്ടി, ആ പെട്ടി, ആ ബജറ്റ്, അത്
ബാലഗോപാൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഗവൺമെന്റ് പ്രസിലെ ജീവനക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാം. അദ്ദേഹം പരമാവധി എപ്പോഴും കൂളായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇപ്രാവശ്യം സ്ട്രെസ്സും അതേപോലെ തന്നെ പ്രഷറും സമ്മർദ്ദങ്ങളും കൂടുതലാണ്. കാരണം അദ്ദേഹം എന്തോ പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കണം എന്നുള്ള കാര്യമാണ്. അത് പുറത്തു വെച്ച് സംസാരിക്കാമെന്ന് SKN പറയുന്നത്. സാധാരണ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ അല്പം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SKN ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ ബജറ്റ് ദിവസവും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബജറ്റ് ആയതുകൊണ്ടും സംസ്ഥാന സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിനിടയിൽ പ്രഖ്യാപിക്കേണ്ട ബജറ്റ് ആയതുകൊണ്ടും ഏതെങ്കിലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷബീദ് റാവുത്തർ പറയുന്നത് അദ്ദേഹത്തിന് ഒരു സ്ട്രെസ് ഉണ്ട്. കാരണം സാമ്പത്തിക സ്ട്രെസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഈ ബജറ്റിൻ്റെ അവതരണം നിയമസഭയിൽ ഏതാണ്ട് 9 മണിക്ക് നിയമസഭയിൽ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കും. കാരണം ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ മുണ്ടുമുറുക്കി കൊടുത്ത് അവതരിപ്പിക്കുന്ന ബജറ്റാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കുറേ ആനുകൂല്യങ്ങൾ, ശമ്പള പരിഷ്കരണം, പെൻഷൻ, ഇതിലെല്ലാം അതുപോലെ ക്ഷാമബത്തകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് വോട്ടർമാർക്കൊക്കെ ഗുണകരമാകുന്നതിൽ അവതരിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഗുണമാകൂ എന്ന് നമ്മൾക്ക് പറയാതെ തന്നെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.